ശ്രീ സനോജ് നേരത്തെ വസന്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞ എനിക്ക് ഈ ആശാ വർക്കർമാരുടെ കാര്യം, കാരണം പെട്ടെന്ന് ഈ ചർച്ച കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആദ്യം തന്നെ വസന്തിൽ നിന്ന് ആശാ സമരത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടില്ലേ, അങ്ങനെയാണെങ്കിൽ സർക്കാർ ഇത് ചെയ്തിട്ടില്ലല്ലോ എന്നൊരു തോന്നൽ ജനിപ്പിക്കും വിധത്തിലേക്ക് ആ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി അതിൻ്റെ വസ്തുതകളൊക്കെ ഉണ്ട്, അത് പബ്ലിക് ഡൊമൈനിൽ നിരന്തരം ചർച്ച ചെയ്യുന്നതാണ്. എങ്കിലും ഈ ചർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ വിമർശനത്തിന് എന്താണ് LDFന് മറുപടി ഉള്ളത്? അരിയില്ലാത്ത കേരളം, അതിൻ്റെ ബാക്കി വശങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല, താങ്കൾ കേട്ട് കാണും. അരിയില്ലാത്ത കേരളമാണ്, അങ്ങനെയാണെങ്കിൽ ആ വാർത്ത മിസ്സായല്ലോ എന്ന് ഏറ്റവും അധികം ഞാൻ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ ഒരുപക്ഷെ ഈ ചർച്ച കാണുമ്പോൾ എവിടെയാണ് ഞങ്ങൾക്ക് വലിയൊരു വാർത്ത മിസ്സായല്ലോ എന്ന് വേണമെങ്കിൽ, പക്ഷേ അത് വലിയൊരു കോട്ടാണ് അരിയില്ലാത്ത കേരളം എന്നുള്ളത്. അങ്ങനെ ഒരു കേരളമാണിത് എന്ന് പറയുന്നൊരവസ്ഥ. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുക 2021 അതിൻ്റെ ഒരു ഭീതിതമായ രീതിയിൽ വളരെ ശക്തമായ അതിൻ്റെ ആസുരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ അതെല്ലാം പരാജയപ്പെട്ട് അദ്ദേഹം തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. സ്വാഭാവികമായും 26 പോകുമ്പോൾ 25 പല രൂപത്തിലും വരെ ഇപ്പോൾ അദ്ദേഹം ജില്ലകൾ തോറും സഞ്ചരിച്ച് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ കെട്ടുന്ന പന്തലിൽ വരെ ആ വിധത്തിലേക്ക് ഒരു വ്യാഖ്യാനം ശ്രമിക്കാൻ, അതിൽ ചെലവ് നടത്തുന്നു എന്ന നിലയിലേക്കൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ക്യാമ്പയിൻ നടത്താൻ ഒക്കെയുള്ള ശ്രമങ്ങളൊക്കെ പല വഴിക്കൂടെയും നടക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന കാര്യമാകും, നിങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടാകാം അത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പരിശ്രമങ്ങൾ നടക്കുന്നു. പഴയ പോലെ അത്രയും കൊണ്ട് ക്ലച്ച് പിടിക്കുന്നില്ല, ഗ്രിപ്പ് പിടിക്കുന്നില്ല എന്നുള്ള വസ്തുതയാണ്. താങ്കളുടെ മറുപടി? ഇതിനകത്തിപ്പോൾ ഈ ആശാ വർക്കർമാരുടെ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു പച്ചക്കള്ളമാണ് ഈ വസന്ത് ഇവിടെ പറഞ്ഞത്. എനിക്കൊന്ന് കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിൽ ഓടി പൊളിഞ്ഞു പോയൊരു കഥയാണത്. ഈ വസന്ത് ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് പലരും ഇവിടെ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആശാ വർക്കർമാരെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നു, അവിടെ പ്രകടന പത്രികയിൽ ഇത്ര രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു, ആ പ്രകടന പത്രിക അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സമരം എന്നൊക്കെയുള്ള വലിയ വ്യാഖ്യാനം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ജനങ്ങൾ അത് തള്ളിക്കളഞ്ഞ സമരമാണ്. മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ രഹസ്യരേഖയൊന്നുമില്ല. ഞാനിപ്പോൾ അത് വായിച്ചു തരാം. അപ്പോൾ 891 ഭാഗത്ത് പറയുന്നത്, അംഗൻവാടി ജീവനക്കാർ, ആശാ വർക്കർമാർ, സ്കൂൾ പാചക തൊഴിലാളികൾ തുടങ്ങിയ സ്കീം വർക്കേഴ്സിൻ്റെയും പഞ്ചായത്തുകളിലെ പാലിയേറ്റീവ് നഴ്സുമാരുടെയും കുടുംബശ്രീ ജീവനക്കാരുടെയും സ്കൂളുകളിലെയും പഞ്ചായത്തുകളെയും കൗൺസിലേഴ്സ്, റിസോഴ്സ് പേഴ്സൺസ്, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് എന്നിവരുടെ ഓണറേറിയം ഇടതുപക്ഷ സർക്കാർ ഗണ്യമായി ഉയർത്തുകയുണ്ടായി. ഈ സമീപനം ശക്തിപ്പെടുത്തും എന്നാണ് പറയുന്നത്. ശക്തിപ്പെടുത്തില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് 1000 രൂപ അല്ലേ ഇടതുപക്ഷം എത്രയാണ് വർദ്ധിപ്പിച്ചത്? ഇപ്പോൾ 12,000 13,000 രൂപയായിട്ട് ആശാ വർക്കർമാർക്ക് വാങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ വർധനമല്ല, അത് ഇടതുപക്ഷ ജനാധിപത്യ വർധനമാണ്. അത് ഏതെങ്കിലും തരത്തിൽ SUCയുടെ സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടായതല്ല. അത് ഇനിയും വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 1600 രൂപ സാധാരണക്കാരൻ്റെ പെൻഷൻ വർദ്ധിപ്പിച്ചത് ആരാണ്? ഏത് നിലയിലാണ്? അപ്പം അതുപോലെ ആ 1600 2500 ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 2500 ആക്കാൻ ആവശ്യമായിട്ടുള്ള ശക്തമായ നിലപാട് തന്നെ സ്വീകരിക്കും. അത് സ്വീകരിക്കാൻ ഇടയാവുന്ന തരത്തിലേക്ക് കേരളം മുന്നോട്ട് പോകുമ്പോൾ തടസ്സമായി നിൽക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനമാണ്. ആ സമീപനത്തെ വസന്ത് സിറിയക്കിൻ്റെ പാർട്ടിയും കാണുന്നില്ല എന്നാണ് ഇപ്പോൾ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇവിടെ പറഞ്ഞല്ലോ ചില കാര്യങ്ങൾ. ഇന്ന് വിയറ്റ്നാം കോളനി സിനിമയിലെ കൈരേഖ എന്തൊക്കെയാണ് പറയുന്നത്, എന്താ യഥാർത്ഥം എന്താ? ഞാൻ വസന്ത് സിറിയക്കിനെ വെല്ലുവിളിക്കുകയാണ്. പിണറായി വിജയൻ ഈ കൈരേഖ ഉയർത്തിയിട്ട് അല്ലെങ്കിൽ ഇല്ലാത്തൊരു രേഖ ഉയർത്തിയിട്ട് ഇവിടെ അവതരിപ്പിച്ച വികസന കാര്യം എന്താണ്? ഒരു കാര്യം പറഞ്ഞാൽ മതി. ഇല്ലാത്ത ഒരു വികസനം ഞാൻ നടപ്പാക്കിയെന്ന് പിണറായി വിജയൻ പൊതുസമൂഹത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം ഏതെങ്കിലും പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഇപ്പം വസന്ത് സിറിയക്ക് വ്യക്തമാക്കണം. ഞാൻ വെല്ലുവിളി ചോദിക്കുകയാണ്. ഇവിടെ എന്താ യാഥാർത്ഥ്യം എന്താണ്? ഇപ്പോൾ എന്തെല്ലാം വികസന കാര്യങ്ങൾ, ഞാൻ എല്ലാ കാര്യം പറഞ്ഞെന്ന് ഈ ചർച്ച തീരില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ രാജ്യത്ത് ആദ്യമായിട്ട് സൂപ്പർ ഫാബ് ലാബ് എവിടെയാണ്? നമ്മുടെ ഈ കേരളത്തിലാണ്. നേട്ടങ്ങളുടെ പട്ടിക നോക്കിയാൽ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മുടെ ഈ കേരളത്തിലാണ്. ആദ്യത്തെ ഗ്രാഫീൻ സെൻറ്റർ അത് ഈ കേരളത്തിലാണ്. ഡിജിറ്റൽ സയൻസ് പാർക്ക് ഈ കേരളത്തിലാണ്. ആദ്യത്തെ വാട്ടർ മെട്രോ അത് നമ്മുടെ കേരളത്തിലാണ്. ഇതെല്ലാം കൈരേഖയാണോ? മറ്റേ ശങ്കരാടി കാണിച്ച പോലെ പിണറായി വിജയൻ ഇങ്ങനെ കാണിക്കുന്നതാണോ? പബ്ലിക് അഫയേഴ്സ് സൂചികയിൽ 1ാം സ്ഥാനത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്ത്യ ടുഡേ നടത്തിയിട്ടുള്ള 2024 ഹാപ്പിനെസ് അതുമായി ബന്ധപ്പെട്ട സർവേയിൽ നമ്മുടെ രാജ്യത്ത് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളമാണ്. നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചിക പട്ടിക അതിനകത്ത് കേരളമാണ്. അപ്പോൾ ഇത്രയേറെ നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഘട്ടത്തിൽ ഈ നേട്ടങ്ങളെക്കുറിച്ച് എന്തെങ്കിലും തരത്തിൽ അതിനെ ഗണ്ണിക്കാൻ കഴിയുന്നതിന് പകരം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇതെല്ലാം തട്ടിപ്പാണ് എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കാം. 5580 കോടി രൂപ കൊടുത്തു എന്തിന്? ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. ഇവരുടെ നേതാവ് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് ദേശീയപാത അതോറിറ്റി ഓഫീസും പൂട്ടി താക്കോലും എടുത്തിട്ട് വണ്ടി കയറാൻ പോയതാണ്. ഭാഗ്യവശാൽ അന്ന്
കേരളത്തിൻ്റെ ഭരണം മാറി, മുഖ്യമന്ത്രി അവരെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു എന്താണ് പ്രശ്നം ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. കേരളത്തിൻ്റെ ജനസാന്ദ്രതയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാവും, സ്വാഭാവികമാണ്. ഭൂമി അങ്ങനെ യഥേഷ്ടം വിട്ടുകൊടുക്കാനുള്ള മനസ്സ് ജനങ്ങൾക്കില്ല. എങ്ങനെ പരിഹരിക്കാൻ വേണ്ടി കഴിയും? ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് ആലോചിച്ചു, ജനങ്ങൾക്ക് ആവശ്യമായ പണം കൊടുത്ത് പ്രശ്നം പരിഹരിക്കാം. സംസ്ഥാനത്തിൻ്റെ ഫണ്ട് എടുത്ത് കൊടുത്തു. ഈ രാജ്യത്ത് ആദ്യമായിട്ടല്ലേ ഒരു സംസ്ഥാനം ദേശീയപാത അതോറിറ്റിയുടെ ഭാഗമായി നടപ്പാക്കേണ്ട ഒരു പദ്ധതിക്ക് സംസ്ഥാന ഗവൺമെൻറ് പണം കൊടുക്കുന്നത്? 5580 കോടി കൊടുത്തു. അത് കൈരേഖ കൊണ്ട് കൊടുത്താണോ? അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പദ്ധതിയുടെ നടപ്പാവുമോ? അത് കൈരേഖയാണോ? സമ്പൂർണ്ണ വൈദ്യുതീകരണം, ഭവന വൈദ്യുതീകരണം. ഈ രാജ്യത്ത് വസന്ത് സിരേക്കിൻ്റെ പാർട്ടി ഭരിക്കുന്ന മറ്റ് ഒരുപാട് സംസ്ഥാനങ്ങളുണ്ടല്ലോ. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സമ്പൂർണ്ണ ഭവന വൈദ്യുതീകരണം നടപ്പാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വസന്ത് സിരേക്ക് പറ. അല്ലെങ്കിൽ കേരളത്തെ നടപ്പാക്കിയിട്ടില്ല, അത് ഒരു കള്ളരേഖയാണ് എന്നുണ്ടെങ്കിൽ ആ രേഖ നിങ്ങൾ അവതരിപ്പിക്ക്. പിന്നെ ഗവൺമെൻറ് സ്കൂളുകൾ ആധുനികവൽക്കരിക്കാൻ വേണ്ടിയിട്ട് പദ്ധതികൾ കൊണ്ടുവന്നു. ഗവൺമെൻറ് സ്കൂൾ തന്നെ വേണ്ട എന്നല്ലേ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ ഉമ്മൻചാണ്ടിയും നിങ്ങളുടെ ആൻ്റണിയും ഭരിക്കുമ്പോഴാണല്ലോ ഇവിടെ കേരളത്തിൽ ലാഭകരമല്ല എന്ന് പറഞ്ഞ് സ്കൂളുകൾ അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ചത്. ഞാൻ വിശദീകരിക്കുന്നില്ല. ആ നയത്തിന് പകരം കേരളത്തിലെ പൊതുവിദ്യാലയം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് 3000 കോടി രൂപയുടെ ആധുനികവൽക്കരണം, അത് ഗവൺമെൻറ് സ്കൂളിൽ മാത്രം. ഇൻ്റർനെറ്റിന് ജനങ്ങളുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച ഈ ഇന്ത്യയിലെ ഏക സംസ്ഥാനം, ആദ്യത്തെ സംസ്ഥാനം കേരളമല്ലേ? അത് കൈരേഖയാണോ? അത് ഇല്ലാത്തൊരു രേഖയെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നതാണോ? സൗജന്യമായ നിരക്കിൽ, മിതമായ നിരക്കിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച സംസ്ഥാനം, ഫോൺ കൊണ്ടുവന്ന സംസ്ഥാനം ഈ കേരളമല്ലേ? അത് തെറ്റാണെന്ന് പറയാൻ, ഇല്ലാത്തൊരു കഥയാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? അപ്പോൾ വികസനത്തിൻ്റെ ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ ജനങ്ങളിൽ വലിയ പിന്തുണ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അത് തിരിച്ചറിയാൻ ഈ കോൺഗ്രസ് ആളുകൾക്ക് കഴിയുന്നില്ല, ഇവരുടെ ചില നേതാക്കന്മാർക്ക് കഴിയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ശശി തരൂരിനെ പോലെ ആൾ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും നല്ല സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റമുള്ള സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ അത് കേരളമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന അനുഭവം ഉണ്ടായല്ലോ. അദ്ദേഹം തന്നെ ലേഖനം എഴുതിയല്ലോ. ആ ലേഖനം എഴുതിയപ്പോൾ ഇവർ എന്തൊക്കെ കുഴപ്പം ഉണ്ടാക്കിയത്. ശശി തരൂരിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ ഈ വസന്ത് സിരേക്കിൻ്റെ ആളുകൾ പോയല്ലോ, തെറി വിളിച്ചല്ലോ. ഫേസ്ബുക്കിൽ കൂടി കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ ശശി തരൂരിന് തെറി വിളിച്ചല്ലോ. ഇവരുടെ നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇടക്ക് പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെ വസ്തുതാപരമായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ ഇങ്ങനെ ഗണ്ണിക്കാൻ വേണ്ടി കഴിയുന്നത്? നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾ എന്താണ് ഒരു ബദൽ വികസന കാര്യമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്? എന്തെങ്കിലും അവതരിപ്പിക്കാൻ നിങ്ങൾക്കുണ്ടോ? ഇന്ന കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് ഈ പറയുന്ന നേട്ടങ്ങൾ തെറ്റാണ് എന്ന് സമർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ല. UPSCയുടെ കണക്ക് പ്രകാരം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടത്തുന്ന സംസ്ഥാനത്തിൻ്റെ 1ാം സ്ഥാനത്ത് ഇപ്പോൾ കേരളമാണ്. 1ാം സ്ഥാനത്താണ്. ഏറ്റവും കൂടുതൽ സ്ഥിര നിയമനം നടത്തുന്ന സംസ്ഥാനം കേരളം. ഉത്തർപ്രദേശ് എത്ര സ്ഥാനത്ത്? ജനസംഖ്യാനുപാതികം നോക്കിക്കഴിഞ്ഞാൽ, ഭൂമിശാസ്ത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ കേരളം എവിടെ നിൽക്കുന്നു? പക്ഷേ ജനസംഖ്യാനുപാതികമായി ഏറ്റവും ഉയർന്ന സംസ്ഥാനത്തെ മുന്നിൽ മറ്റെല്ലാ തരത്തിലുള്ള പ്രത്യേകതകൾക്കും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് അറിയാലോ എവിടെ നിൽക്കുന്നു എന്ന്. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് മുന്നോട്ട് നിൽക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അത് ഗവൺമെൻറ് ഇച്ഛാശക്തിയാണ്. ആ ഇച്ഛാശക്തിയെ അംഗീകരിക്കാൻ കേരളീയ സമൂഹം ഒന്നടങ്കം തയ്യാറാവുന്നു. വസന്ത് സിറിയക്കിൻ്റെ അനുയായികൾ തയ്യാറാവുന്നു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി